പ്രാർത്ഥനയാണ്. നിങ്ങളെ ഞാൻ പ്രാർത്ഥനയിൽ ഓർക്കുന്നുണ്ട്. തുടർന്ന് നമുക്ക് പ്രാർത്ഥനയിൽ പരസ്പരം ഓർക്കാം. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള സമയത്തെ തിരുവചന ധ്യാനത്തിന് ആധാരമായിട്ട് എബ്രായ ലേഖനം 12-ാം അധ്യായത്തിലെ 1-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. പിന്നെ സമയമുണ്ടെങ്കിൽ അടുത്ത വാക്യത്തിലേക്ക് പ്രവേശിക്കാം. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. ഇവിടെ ഈ വേദഭാഗത്തിൻ്റെ പ്രാരംഭം ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മുടെ ചുറ്റും വലിയ ഒരു സാക്ഷിയുടെ സമൂഹമുണ്ടെന്നാണ് ദൈവത്തിൻ്റെ ആത്മാവ് തൻ്റെ ദാസനിലൂടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ 12-ാം അധ്യായം പഠിക്കുമ്പോൾ അറിയാം, നമ്മുടെ ആത്മീയജീവിതം വിജയകരമായി തീരുവാൻ, സന്തോഷമുള്ളതായി തീരുവാൻ, പ്രത്യാശയുള്ളതായി തീരുവാൻ ആയി തീരേണ്ടതിന് വേണ്ടി ദൈവം തന്നിരിക്കുന്ന നല്ല ആലോചനയാണ്, പഠനമാണ് ഈ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വിശ്വാസ ജീവിതം വിജയകരമായി തീരുവാൻ ദൈവം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ദേവാസനിലൂടെ അത് പഠിപ്പിക്കുമ്പോൾ, ഇവിടെ ഈ വേദഭാഗം വായിക്കുമ്പോൾ എഴുതിയിരിക്കുന്നത് നമുക്ക് ചുറ്റും സാക്ഷിയുടെ ഒരു വലിയ സമൂഹമുണ്ടെന്നാണ്. അത് നമ്മൾ കാണണമെന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇതാണ് ഈ സാക്ഷിയുടെ വലിയ സമൂഹം. ഈ 11-ാം അധ്യായം പഠിച്ചാൽ അറിയാം, ഏതാണ്ട് 16 വിശ്വാസവീരന്മാരുടെ പേരുകളും അവരുടെ വിശ്വാസത്തിൻ്റെ വീര്യപ്രവൃത്തികളും ഈ 11-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം പഠിക്കുന്നവർക്കറിയാം, പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ജനിച്ച ദൈവമക്കൾ ആത്മാവിൻ്റെ നിറവിൽ പഠിക്കുമ്പോൾ ആ പഠിച്ച വചനം പിന്നെ അവരുടെ ഹൃദയത്തിലും മനസ്സിലും ബുദ്ധിയിലും ചിന്തയിലും ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കും. അങ്ങനെയെങ്കിൽ 11-ാം അധ്യായത്തിലെ 16 വിശ്വാസവീരന്മാരെക്കുറിച്ചും അവരുടെ വിശ്വാസത്തിൻ്റെ വീര്യപ്രവൃത്തികളെക്കുറിച്ചും ശ്രദ്ധിച്ച് പഠിച്ചു കഴിയുമ്പോൾ ആ വിലയേറിയ വചനം, അവരെക്കുറിച്ച് എഴുതിയിരിക്കുന്ന വിലയേറിയ വചനം നമ്മൾ ഇങ്ങനെ വ്യാപരിച്ചുകൊണ്ടിരിക്കും. അത് വചനത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായത്തിലെ 13-ാമത്തെ വാക്യം നോക്കുക. 1 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിലെ 13-ാമത്തെ വാക്യം. ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു, മനുഷ്യന്റെ വചനമായിട്ടല്ല സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടപെടാതെ സ്തുതിക്കുന്നു. വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ വചനം പഠിക്കേണ്ടതുപോലെ പഠിച്ചാൽ എന്ന് പറഞ്ഞാൽ, നമ്മൾ ദൈവത്തിന്റെ വചനം ഞാൻ ശുശ്രൂഷിക്കുമ്പോൾ സാക്ഷാലാകുന്നത് പോലെ ദൈവത്തിന്റെ വചനമായിട്ട് ഭയഭക്തിയോടെ ചെയ്യുമ്പോൾ, കേൾക്കുന്ന നിങ്ങൾ ഇത് ദൈവത്തിന്റെ വചനമാണ്, ഭയഭക്തിയോടെ കേൾക്കണം എന്നുള്ള ആ ഹൃദയത്തോടെ, മനോഭാവത്തോടെ, സമർപ്പണത്തോടെ പഠിക്കുമ്പോൾ അത് നമ്മൾ പിന്നെ ഇങ്ങനെ വ്യാപരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയെങ്കിൽ ഈ 11-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന 16 വിശ്വാസവീരന്മാരുണ്ട്. നമ്മുടെ വിശ്വാസ ജീവിതത്തെ ഏറ്റവും വിജയകരമാക്കി തീർക്കുവാൻ, അനുഗ്രഹമാക്കി തീർക്കുവാനായിട്ടാണ് ഈ 16 വിശ്വാസവീരന്മാരെ ഈ 11-ാം അധ്യായത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നമ്മൾ എത്രമാത്രം ദൈവത്തിൽ വിശ്വസിക്കുന്നുവോ അത്രമാത്രമാണ് നമ്മുടെ ആത്മജീവിതം വിജയകരമായി തീരുന്നത്. കാരണം വിശ്വസിക്കുമ്പോഴാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ഇപ്പൊ സുവിശേഷം അറിയിച്ചാൽ ആത്മാക്കളെ ലഭിക്കുമെന്നുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പോയി അറിയിക്കും. ശരിയായിട്ടുള്ള വിശ്വാസം, പൂർണ്ണ വിശ്വാസം ഉണ്ടെങ്കിൽ. ഇപ്പൊ ഹൗവ ദൈവത്തിൽ വിശ്വസിക്കാത്തത് കൊണ്ടാണ് ദൈവത്തിന്റെ അതിനനുസരിക്കാഞ്ഞത്. പിന്നെ ഇത് കർത്താവിന്റെ വചനത്തെക്കാൾ കൂടുതൽ അന്ധകാര ശക്തിയുടെ വചനത്തെ കേട്ടു, അവൻ പ്രവർത്തിച്ചു. അപ്പൊ വിശ്വാസത്തിനൊരു പ്രവൃത്തിയുണ്ട്. തെറ്റായ വിശ്വാസമാണെങ്കിൽ അതിനനുസരിച്ച് പ്രവൃത്തിയുണ്ട്, ശരിയായ വിശ്വാസമാണെങ്കിൽ അതിനനുസരിച്ച് പ്രവർത്തനം. ഇവിടെ അതുകൊണ്ടാണ് അനേക വിശ്വാസവീരന്മാരെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന 16 വിശ്വാസവീരന്മാരെ എടുത്ത് അങ്ങോട്ട് പഠിച്ചാൽ അറിയാം, നമ്മുടെ ജീവിതത്തിന്റെ ഏത് രംഗങ്ങളിൽ നമുക്ക് ബുദ്ധിപദേശം ചെയ്യുന്ന ദൈവദാസന്മാരാണ്. ഉദാഹരണത്തിന് ഈ അധ്യായത്തിലെ ആദ്യത്തെ വിശ്വാസവീരനെ നോക്കി, എബ്രായ ലേഖനം 11:5 ഇല്ലേ? വിശ്വാസത്താൽ ഹാബേൽ കയീന്റേതിനേക്കാൾ ഉത്തമമായ യാഗം കഴിച്ചു. അപ്പൊ നമ്മൾ ആരാധിക്കുമ്പോൾ എങ്ങനെ ആരാധിക്കണം? ഹാബേൽ പറയും, നിന്റെ ആരാധന മനോഹരമാകണോ മോനെ? ഹാബേൽ എന്ന് പറഞ്ഞാൽ നമ്മളെക്കാൾ എത്രയോ പ്രായമുള്ള പിതാവാണ്. അപ്പൊ നമ്മളത് ഹൃദ്യമായിട്ട് പഠിക്കുമ്പോൾ ഹാബേൽ നമ്മളോട്, നിന്റെ ആരാധന അത് പ്രയോജനമാകും. നമ്മളിപ്പോൾ സഭയിൽ ആരാധിക്കാൻ വന്നു, പ്രാർത്ഥിക്കുമല്ലോ, ദൈവമേ ഇന്നലെയാണ് ഞാൻ അനേകരെ ഓർത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കും, നാളെ ഈ സഭയിലുള്ളവരാണെങ്കിൽ അടുത്ത സഭയിലുള്ള ആരാധനയ്ക്ക് വരുമ്പോൾ കർത്താവിനെ മഹത്വപ്പെടുത്തി ആരാധിപ്പാൻ സഹായിക്കണേ. ഞാനും പ്രാർത്ഥിക്കും എനിക്ക് വേണ്ടി. ആരാധിക്കുമ്പോൾ ഏകാഗ്ര ഹൃദയത്തോടെ ആരാധിപ്പാൻ സഹായിക്കണേ. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ പഠിക്കുമ്പോൾ ഹാബേൽ പറയാ, കുഞ്ഞെ നിന്റെ ആരാധന മനോഹരമാണോ? നീ വിശ്വാസത്താൽ എന്ന് പറഞ്ഞാൽ
നമ്മുടെ കർത്താവ് ആരാണെന്നുള്ള സത്യം തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ വിശ്വസിക്കുമ്പോൾ കർത്താവിൻ്റെ മഹത്വം കൊണ്ട് ഹൃദയം നിറയും. സാക്ഷികളുടെ വലിയ സമൂഹത്തിൽ ഒരാളും നമ്മളോട് പറയാൻ. അപ്പോൾ ആരാധന മനോഹരമായി തീരും. ഞാൻ അടുത്ത വിശ്വാസവീരനെ ഒന്ന് നോക്കിയേ. വലിയൊരു സമൂഹമാണല്ലോ നിൽക്കുന്നത്. അടുത്ത വിശ്വാസവീരനെ നോക്കി. വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെടുന്നു. പറഞ്ഞാൽ എന്താ? ഒരു അത്ഭുതാവസ്ഥ. ഹാനോക്ക് പറയുന്നത് നമ്മൾ ദൈവത്തിൽ വിശ്വസിച്ചാൽ വരണ്ട ഒരു അനുഭവം ഉണ്ടാകത്തില്ല. നമ്മൾ സുവിശേഷം വായിക്കുന്നത് വരണ്ട കൈയുള്ള ഒരു മനുഷ്യൻ ഇല്ലയോ? ആ വരണ്ട അനുഭവം അത് വരുത്തില്ല ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക്. ഹാനോക്ക് പറയാ ഒരിക്കലും വരണ്ട അനുഭവം, ഒരു അത്ഭുതകരമായ പ്രവർത്തനം നടക്കും. ഹാനോക്ക് പറയാൻ ദൈവത്തിൽ വിശ്വസിച്ചാൽ സാധാരണ മനുഷ്യരൊക്കെ മരണം വഴിയായിട്ടാണ് മാറ്റപ്പെടുന്നത്. ഞാൻ ദൈവത്തിൽ വിശ്വസിച്ച മരണം കാണാതെ ഒരത്ഭുതകരമായിട്ടുള്ള ഒരു മരണം ഇല്ലേ? ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതകരമായ അനേക സംഭവങ്ങൾ നടക്കും. നമ്മൾ ഈ സാധാരണ പ്രവാചകന്മാർ പറയുന്ന അത്ഭുതമല്ല ഞാൻ പറയുന്നത്. അത്ഭുതകരമായ ദൈവത്തിൻ്റെ സാന്നിധ്യം. രോഗമൊക്കെ പിടിച്ച് വല്ലാതാകുമ്പോൾ കർത്താവേ എന്ന് വിളിക്കുമ്പോൾ ആ വിടുതൽ ലഭിക്കുന്ന ഒരു കൃപയുണ്ട് ഇല്ലയോ? മനസ്സൊക്കെ വേദനപ്പെട്ടിരിക്കുമ്പോൾ കർത്താവേ നിന്റെ ഭുജവും നിന്റെ വീര്യപ്രവൃത്തി അന്യനെ കണ്ടു തുടങ്ങിയല്ലോ എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ മനോഹരത്വം കാണുന്ന ഒരു അനുഭവം. അതൊരു അത്ഭുതകരമായ അവസ്ഥയാണ്. മുന്നിലെല്ലാം ബുദ്ധിമുട്ട് നിൽക്കുമ്പോൾ കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ബുദ്ധിമുട്ടെല്ലാം തീർന്നു തരുന്ന കർത്താവിൻ്റെ ആരും അടയ്ക്കാതെ വേണം തുറക്കുന്ന വഴിയെ കാണാനായിട്ട് ദൈവമക്കൾക്ക് കാണും. ഒരു അത്ഭുത അവസ്ഥയുണ്ട്. എന്താ എങ്ങനെ അത് ലഭിക്കുന്നത്? കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോൾ ഇല്ലേ? ലൂക്കോസ് 4:22 നാം വായിക്കുന്നുണ്ട്. എല്ലാവരും അവനെ പുകഴ്ത്തി അവൻ്റെ വായിൽ നിന്ന് കേട്ട ലാവണ്യ വാക്കൾ നിമിത്തം വിസ്മയിച്ചു, അതിശയിച്ചു. ഒരു അത്ഭുത അവസ്ഥയാണ്. അതാണ് ഈ വിശ്വാസവീരൻ നമ്മളോട് പറയുന്നത്. അടുത്ത വിശ്വാസവീരനെ ഒന്ന് നോക്കിയേ. വിശ്വാസത്താൽ നോഹ ഇല്ലേ? അതുവരെ കാണാത്തതിനെ കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് ഇല്ലയോ? ഭക്തിയോടെ ഇല്ലയോ? ഭയഭക്തിയോടെ അതുവരെ കാണാത്തതിനെ കുറിച്ച് അരുളപ്പാടുണ്ട്. ഭയഭക്തിയോടെ തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തീർത്ത നോഹ എന്താ പറയുന്നത്? വളരെ ഭയഭക്തിയോടെ ജീവിക്കണമെന്ന് അല്ലെ? ഞാൻ ഇന്നലെ എബ്രായലേഖനം 4-ാം അധ്യായമാണ് പഠിച്ചത്. ഇന്നലെ രാത്രിയിലിരുന്ന് പഠിച്ചത്. ഒരു സ്വസ്ഥത ഉള്ളതുകൊണ്ട് നമ്മൾ ഭയഭക്തിയോടെ ആ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കണമെന്ന്. ഒരു ഭയഭക്തി വേണം നമുക്ക് എപ്പോഴും. നമുക്കറിയാം പുതിയ നിയമ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഭയപ്പെടേണ്ടെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഇല്ലേ? ഭയപ്പെടേണ്ട ഇല്ലയോ? ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. ഇപ്പോൾ യാക്കോബേ നീ ഭയപ്പെടേണ്ട എന്നാ പറയുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ പിന്നെ ഭയമില്ലാതെ ജീവിക്കാനല്ല. ആ ഭയം പറഞ്ഞിരിക്കുന്നത് മരണത്തെയും മരണശേഷമുള്ള ന്യായവിധിയെക്കുറിച്ച് ഭയപ്പെടേണ്ട എന്ന് അവിടെ പറയുന്നില്ല. ദൈവം മരണശേഷമുള്ള നിത്യത നമുക്ക് ഒരുക്കി തന്ന് ഭയപ്പെടണം. പക്ഷേ അതുകൊണ്ട് പിന്നെ ഭയമില്ലാത്തവരോട് ജീവിക്കാനല്ല. ആ വാക്യം പഠിച്ചിട്ട് പിന്നെ ഒരു ഭയവും ഇല്ല, ഒരു ശങ്കയില്ലാതെ ജീവിച്ചാൽ സംഗതി ആകപ്പാടെ വഷളാകും കേട്ടോ. നമുക്കെപ്പോഴും സഭയിൽ വരുമ്പോൾ ഒരു ഭയഭക്തി ഉണ്ടായിരിക്കണം. ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ആരാധിക്കുമ്പോൾ നമ്മുടെ എല്ലാ ഇടപാടുകളിലും ഒരു ഭയഭക്തി ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ശുശ്രൂഷയെ ദൈവം അംഗീകരിക്കത്തുള്ളൂ, അല്ലേ അംഗീകരിക്കത്തില്ല. അതാ നോഹ, വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തതിനെ കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി നിമിത്തം തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ട്. അപ്പോൾ ഒരു ഉപദേശി ഭയഭക്തിയോട് ശുശ്രൂഷ ചെയ്താൽ, ഒരു ദൈവാസം ഭയഭക്തിയോട് ജീവിച്ചാൽ കുടുംബം രക്ഷ പ്രാപിക്കും, ആ സഭയും രക്ഷ പ്രാപിക്കും. എന്ന് പറഞ്ഞാൽ രക്ഷ കൊടുക്കുവാന്നല്ല, രക്ഷയിലേക്കുള്ള വഴിയെ കാണിച്ചു കൊടുക്കും. നമ്മുടെ കർത്താവ് ഭയപ്പെടുവാൻ യോഗ്യനാണ്. വീട്ടിലിരിക്കുമ്പോഴും പുറത്ത് പോകുമ്പോഴും നടക്കുമ്പോഴും ഒരു ഭയഭക്തി ഉണ്ടെങ്കിൽ ആവശ്യമില്ലാത്ത ഒരു കാര്യങ്ങളിലും ഇടപെടത്തില്ല. ദുഷ്ടന്മാരുടെ ആരാധന പ്രകാരം നടക്കത്തില്ല, പാപിയുടെ വഴിയിൽ നിൽക്കത്തില്ല, പരിഹാസ ദീപത്തിൽ ഇരിക്കത്തില്ല. പിന്നെ എന്ത് ചെയ്യും? യഹോവയുടെ ന്യായപ്രമാണത്തെ സന്തോഷിച്ച് ന്യായപ്രമാണത്തെ രാപ്പകൽ സാക്ഷികളുടെ വലിയ സമൂഹം ഇങ്ങനെ നിൽക്കുക. ഇനി അടുത്ത സാക്ഷി ഒന്ന് നോക്കിയ. അടുത്ത സാക്ഷി ആരാ? വിശ്വാസത്താൽ അബ്രഹാം ഇല്ലേ? തനിക്ക് അവകാശമായി കിട്ടുവാനും ദേശത്തേക്ക് യാത്രയാകുവാൻ വിളിക്കപ്പെട്ടാറെ അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ യാത്ര തിരിച്ചു. പിന്നെ വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരന്യദേശത്തെന്ന പോലെ വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസ്ഹാക്കിനോടും യാക്കോബിനോടും ചേർന്ന് കൂടാരങ്ങളിൽ പാർത്ത്. പിന്നെ എഴുതിയിരിക്കാൻ ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ വൻ നഗരത്തിനായിട്ട് കാത്തിരുന്നു. ഈ വിശ്വാസവീരനെ ഒന്ന് നോക്കിയേ. അനുസരിക്കുമ്പോൾ എന്തുമാത്രം അനുഗ്രഹം ലഭിക്കുമെന്നാണ് അബ്രഹാം നമ്മളെ പഠിപ്പിക്കുന്നത്. വ്യത്യസ്ത വിഷയങ്ങളാണ്. നമ്മൾ ദൈവത്തെ അനുസരിച്ചാൽ വാഗ്ദത്ത ദേശത്ത് ചെല്ലും, ദൈവം കൂടെ ഇരിക്കും, ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയും. വിശ്വാസിയുടെ പിതാവായ അബ്രഹാം എന്ന അബ്രഹാമിനെ കുറിച്ച് പേർ കൊടുത്തിരിക്കുന്നത്. അതല്ല, അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന് പേർ വിളിച്ചെന്ന്. നോക്കി യാക്കോബ് 2
21-22 വാക്യം നോക്കി. യാക്കോബ് 2:21-22 വാക്യങ്ങൾ. നമ്മുടെ പിതാവായ അബ്രഹാം തന്റെ മകനായ ഇസ്ഹാക്കിനെ യാഗപീഠത്തിന്മേൽ അർപ്പിച്ചിട്ട് പ്രവൃത്തിയാലല്ലയോ നീതീകരിക്കപ്പെട്ടത്. അവന്റെ പ്രവൃത്തിയോടുകൂടെ വിശ്വാസം വ്യാപരിച്ചുവെന്നും പ്രവൃത്തിയാൽ വിശ്വാസം പൂർണ്ണമായി എന്നും നീ കാണുന്നുവല്ലോ. അങ്ങനെ ദൈവത്തെ വിശ്വസിക്കുകയും അതവൻ നീതിയായി കടക്കുകയും ചെയ്തു എന്നുള്ള തിരുവെഴുത്ത് നിവൃത്തിയായി അവൻ ദൈവത്തിന്റെ സ്നേഹിതനെന്ന് പേർ പ്രാപിച്ചു. വിശ്വാസത്താല നമ്മുടെ പിതാവായ അബ്രഹാം തന്റെ മകനായ ഇസ്ഹാക്കിനെ യാഗപീഠത്തിൽ അർപ്പിച്ചു വിശ്വാസത്താൽ. അങ്ങനെ വിശ്വാസം ആഴമായി, പിന്നെ വിശ്വാസം പൂർണ്ണമായി. അങ്ങനെ അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അവന് നീതിയായി കണക്കിട്ടു എന്നുള്ള തിരുവെഴുത്ത് നിവൃത്തിയായിക്കൊണ്ട് അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതനെന്ന പേർവിളി പ്രാപിച്ചു. അപ്പൊ അബ്രഹാം നിൽക്കുക, നമ്മളെ പഠിപ്പിക്കുക. സാക്ഷികളുടെ 1-2 അല്ല, ഇത്ര വലിയ. ഇനി അടുത്തതായിട്ട് ഒരു വിശ്വാസ വനിതയെക്കുറിച്ച് എഴുതിയിരിക്കുന്നില്ലേ. വിശ്വാസത്താൽ സാറ വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെന്നെണ്ണി പുത്രോത്പാദനമുള്ള ശക്തി പ്രാപിച്ചു. എന്ന് പറഞ്ഞാൽ ശക്തി പ്രാപിച്ചു. ആത്മീയ ശക്തി നമുക്ക് ആവശ്യമാണ്. ബലം നിലുള്ള മനുഷ്യൻ ഭാഗ്യവാന്. ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി നമ്മൾ അനുഭവിക്കണം കേട്ടോ. എന്തിനാണ് ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയൊക്കെ വ്യാപരിക്കുന്നത്? ഒന്ന്, നമ്മൾ പോരാടിക്കൊണ്ട് അധ്വാനിക്കാനാണ്. നമുക്ക് നോക്കാം കൊലോസ് ലേഖനം 1-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യം നോക്കിയേ. കൊലോസ് 1:29. അതിനായി ഞാൻ ബലത്തോടെ വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തിക്കൊത്തോളം പോരാടിക്കൊണ്ട് അധ്വാനം. ഈ ലോകത്തിൽ നമുക്കറിയാം, പട്ടാളക്കാർക്ക് പോരാടിയാൽ മതി, അധ്വാനിക്കണ്ട. കൃഷിവല്ലന്മാർക്ക് അധ്വാനിച്ചാൽ മതി, പോരാടണ്ട. പക്ഷേ ആത്മീയ പോർക്കളത്തിൽ നിൽക്കുന്നവർക്ക് എന്ത് ചെയ്യണം? പോരാടിക്കൊണ്ട് ആരോട്? അന്ധകാര ശക്തിയോട് പോരാടണം. പിന്നെ നമ്മൾ അധ്വാനിക്കുകയും വേണം. അതിനെന്തോ വേണം? നല്ല എനർജി ആവശ്യമാണ്. അതാണ് സാറാമിച്ച് പഠിപ്പിക്കുന്നത്. വിശ്വാസത്താൽ സാറ വാഗ്ദത്തം ചെയ്യുന്ന വിശ്വസ്തൻ എണ്ണി ശക്തി പ്രാപിച്ചു. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആത്മീയമായിട്ടുള്ള ആ പ്രത്യേകമായ ഒരു നിയോഗം സാറായിക്കൊണ്ടായിരുന്നു. ആ ആത്മീയ നിയോഗം പ്രാപിക്കാനുള്ള ശക്തി പ്രാപിച്ചു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മളെ ഏൽപ്പിക്കുന്ന ശുശ്രൂഷകളുണ്ട്. ആ ശുശ്രൂഷ ചെയ്യുവാനുള്ള ശക്തി. ദൈവമേ, അടുത്ത ആഴ്ച സഭയിൽ വരുമ്പോൾ ആരാധനയ്ക്ക് ചിന്ത പറയാൻ, ദൈവമേ ഇന്ന് സ്തോത്രം ചെയ്യുവാൻ, ദൈവമേ സാക്ഷ്യം പറയുവാൻ, ദൈവമേ ഒരാളിനോട് സുവിശേഷം പറയാൻ എനിക്ക് എനർജി ആവശ്യമാണ്, ശക്തി ആവശ്യമാണ്. ദൈവമായ ശക്തി തരും. അത് പ്രാർത്ഥിച്ച് പ്രാപിക്കുക. ആത്മീയ ശക്തി. കർത്താവ് പറഞ്ഞ പരീക്ഷയിൽ പ്രവേശിക്കാതെ ദുഷ്ടങ്ങളിൽ നിന്ന്. പരീക്ഷ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള എക്സാമാണ്. അപ്പോൾ അതിൽ തോൽക്കരുത്. ജയിക്കണമെങ്കിൽ എന്താ വേണം? ആത്മീയമായ ഒരു എനർജി നമുക്ക് ആവശ്യമാണ്. അല്ലെങ്കിൽ എന്താ? സാത്താന്റെ തന്ത്രങ്ങളെ നമ്മൾ അറിയുന്നല്ലോ, അവൻ നമ്മെ തോൽപ്പിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങോട്ട് പോകാതിരിക്കാനുള്ള ശക്തി നമുക്ക് സ്വയമായിട്ടില്ല. പല വിശ്വാസികളും വീണ് പോകാൻ കാരണം അവർക്ക് ആത്മീയ എനർജി ഇല്ലാത്തതുകൊണ്ടാണ്. പലരും തെറ്റ് ചെയ്യുന്നവരൊക്കെ ചെയ്യണ്ടായിരുന്നു എന്ന് പിന്നെ ചിന്തിക്കത്തില്ല. പിന്നെ ചെയ്യുന്നത് ആ നിർണായക സമയത്ത് അങ്ങ് പറഞ്ഞു പോയി, നോക്കിപ്പോയി, ചെയ്തു പോയി. എത്രയോ പേര് അങ്ങനെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്താ? അവനെ എതിർക്കാനുള്ള ശക്തി ഇല്ലാതായി പോയി. എന്നാൽ ആ എനർജി ലഭിക്കണമെങ്കിൽ പൗലോസിനോട് ചേർന്ന് പറഞ്ഞാൽ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും. അപ്പൊ പരീക്ഷയൊക്കെ വരുമ്പോൾ അതിനെ അതിജീവിക്കാൻ ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം വരുമ്പോൾ അറിയാ ചിലപ്പോൾ ഈ ബലഹീന മനസ്സിലൊക്കെ വീണു പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ അങ്ങനെ പോകാതിരിക്കാനുള്ള ശക്തി പ്രാപിക്കാൻ എന്ത് ചെയ്യണം? ഈ സാറാമ്മച്ചി ഒന്ന് നോക്കിയാ, അമ്മച്ചിയെ ബുദ്ധിമുട്ട് ചെയ്യുക. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് ആവശ്യമായ എനർജി വേണോ? നിങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിച്ചാൽ മതി, തരുമെന്നാണ് ആ വിശ്വാസ വനിത നമ്മളോട് പറയുന്നത്. അടുത്തതായിട്ടോ, വിശ്വാസത്താൽ മോശ, എല്ലാം എടുക്കുന്നില്ല. വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ, അല്ലേ, പാപത്തിന്റെ 24 വരുമ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗങ്ങളെക്കാൾ ദൈവനത്തുള്ള കഷ്ടം തിരഞ്ഞെടുത്തു. പ്രതിഫലം നോക്കിയോണ്ട് ഫറവോന്റെ പുത്രിയുടെ മകനെന്നുള്ള പേരുവിളി നിരസിക്കുകയും മിസ്രയീമിലെ സകല നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്ന് എണ്ണുകയും ചെയ്തു. എന്തുമാത്രം വലിയ കാര്യങ്ങളാണ് മോശ വിട്ടത്. വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാൾ ദൈവനത്തോട് ചേർന്ന കഷ്ടം തിരഞ്ഞെടുത്തു. എന്തോ മോശ നഷ്ടമാക്കിയത്? ഫറവോന്റെ പുത്രിയുടെ മകൻ എന്നുള്ള പേര്, ഇല്ലേ? മിസ്രയീമിലെ സകല നിക്ഷേപങ്ങളും വിട്ടു. അപ്പോൾ വലിയ വലിയ കാര്യങ്ങൾ വിടാൻ കാരണം എന്താ? മോശ പറയാ, കർത്താവിനെ കാണേണ്ടതുപോലെ കണ്ടാൽ ഈ ലോകത്തിലെ വലിയ കാര്യം തോന്നുന്നു നമുക്കൊന്നും ഇല്ല, അല്ലേ? സാധു കൊച്ചുന്ന് വീശി പാടിയതുപോലെ, മണ്ണെ പ്രതി മാണിക്യം ഞാൻ മിടിയുമോ, അല്ലേ? അത് കർത്താവിനെ നോക്കി പ്രാപിക്കണമെന്നാണ് മോശ പറയുന്നത്. രാജകുമാരനായിരുന്നു,
മിസ്രയീമിലെ എല്ലാ സ്വത്തിൻ്റെ അധിപനായിരുന്നു. പക്ഷേ അതിനേക്കാൾ ഉപരി ഞാൻ ക്രിസ്തുവിന്റെ മഹത്വം, ആ ക്രിസ്തുവിന്റെ നിന്നയാണെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. എന്താ കാരണം? മോശയുടെ പാപങ്ങളെ ചുമന്നുകൊണ്ടാണ് കർത്താവ് പോയത്. അതാ മോശ കണ്ടത്. മോശ പെസഹ അറുക്കപ്പെട്ടതിനെ കുറിച്ച് എന്താ പൗലോസപ്പോസ്തലൻ പറഞ്ഞു? നമ്മുടെ പെസഹ അറുക്കപ്പെട്ടു ക്രിസ്തു തന്നെ. മോശക്കറി യാഗം കഴിക്കുമ്പോൾ ഒരു വലിയ യാഗം നടക്കാനുണ്ട്. ആ യാഗത്തെ കണ്ടുകൊണ്ടാണ് എനിക്ക് വേണ്ടി ഞാൻ എന്തെല്ലാം, എത്ര വലിയ രാജകുമാരനാണെങ്കിലും എത്ര സമ്പത്തുണ്ടെങ്കിലും ഒരു ദിവസം ഈ ഭൂമിയിൽ നിന്ന് അന്നെല്ലാം തീരും. എന്നാൽ അതിനപ്പുറത്ത് മനോഹരമായൊരു സ്വർഗീയ ഭവനം അത് ലഭിക്കുന്നത് ക്രിസ്തുവിനെ നിന്ന് തിരഞ്ഞെടുക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് മോശ പറയുന്നത്, ഈ ലോകത്തിൽ എന്തെല്ലാം നേടുന്നതിനേക്കാളും മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തുവിനെ ഹൃദയത്തിൽ കർത്താവായിട്ട് വാഴിച്ച് ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ജീവിക്കുന്നതാണ് നല്ലതെന്നാണ് മോശ പറയുന്നത്. ആകയാൽ സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം, പിന്നെ അങ്ങോട്ട് വായിച്ചാലോ, ഹിപ്താഗ് ശിംശോൻ, ഗിദ്യാൻ ബാരാക്ക്, പിന്നെ ദാവീദ്, ശമൂവേൽ തുടങ്ങിയ പ്രവാചകന്മാരെ കുറിച്ച് വിവരിപ്പാൻ സമയം പോരാ. എന്തുമാത്രമാണ്. പിന്നെന്താ എഴുതിയിരിക്കുന്നത്? വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി നിയമം നടത്തി. പിന്നെ രാജ്യങ്ങളെ അടക്കി നിയമം നടത്തി. പിന്നെ അടുത്ത വായിച്ചോ. ആ സിംഹങ്ങളുടെ വായടച്ചു വിശ്വാസത്താൽ. തീയുടെ ബലം കെടുത്തിയെന്ന് വിശ്വാസത്താൽ. വാളിന്റെ വായ്ക്കൊക്കെ തെറ്റി, വാളുകൊണ്ടൊക്കെ വന്ന് തെറ്റിപ്പോയി. വിശ്വാസത്താൽ. ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു. നമുക്ക് ബലഹീനത വരുമ്പോൾ ശക്തി പ്രാപിക്കാമെന്ന് വിശ്വാസവീരന്മാർ പറയുക. സാക്ഷിയുടെ വലിയ സമൂഹം അവർ അനുഭവിച്ചിട്ട് നിൽക്കുക. വിജയിച്ച വിശ്വാസികൾ പറയുക, ബലഹീനതയിൽ ശക്തി പ്രാപിക്കാൻ. രോഗത്താൽ വരുന്ന ബലഹീനതയാകട്ടെ, മാനസികമായിട്ട് വരുന്ന ബുദ്ധിമുട്ട് കൊണ്ട് വരുന്ന ബലഹീനതയാകട്ടെ, അല്ലെ മറ്റുള്ളവരൊക്കെ ഒറ്റപ്പെടുത്തുമുള്ള ബലഹീനതയാകട്ടെ, അല്ലെ പരിഹസിക്കപ്പെടാൻ നമ്മുടെ തെറ്റുമൂലം ഉണ്ടാകുന്ന ബലഹീനതയാകട്ടെ, ഏത് വന്നാലും ബലഹീനത എന്ത് ചെയ്യാൻ പറ്റും? ശക്തി പ്രാപിക്കാൻ പറ്റും. ഇതാ പഠിപ്പിക്കുന്നത്. പിന്നെ അടുത്ത് നോക്കിക്കേ, യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു വിശ്വാസത്താൽ. താഴോട്ട് വായിച്ചോ. അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു. സ്ത്രീകൾ തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽക്കാൻ തിരികെ ലഭിച്ചു. പിന്നെ അടുത്ത സ്റ്റെപ്പ് ഇതുവരെ ഉള്ളതെല്ലാം ഉണ്ടല്ലോ, പ്രാപിച്ചു, നേടിയെന്നാ കേട്ടോ. ഇനിയും വിശ്വാസികൾ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കിടക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണേ. ഇവിടുന്നുള്ള വേദഭാഗം ഒന്നുകൂടെ വായിച്ച സഹോദരി. അതൊന്ന് അത്രയും പ്ലസ് പോയിന്റ്. ഏറ്റവും നല്ല ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്? ഈ വടക്കേന്ത്യയിലൊക്കെ എത്ര പേര് അടി കിട്ടുന്നത്? ആരെങ്കിലും ചോദിക്കാനോ പറയാനുണ്ടോ? അതവിടെ കാണിക്കുന്നത്. ഈ വിശ്വാസത്തിൽ രണ്ട് തരത്തിലുള്ള അനുഭവം ഉണ്ട്. ഒന്ന്, വിജയിക്കുന്ന അനുഭവമുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചു, എനിക്കത് ലഭിച്ചു. ശരിയാ, ഇനി കുറ്റം പറയാനില്ല. എനിക്ക് ശുശ്രൂഷ കിട്ടി, നല്ല സ്റ്റേജ് കിട്ടി, അല്ലെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയി കൺവെൻഷന് പ്രസംഗിച്ചു. അപ്പോൾ ഒരു വശത്ത് കണ്ട വടക്കേന്ത്യയെ പ്രസംഗിക്കുന്നതിന് പിടിച്ചിട്ട് അടിക്കും. അങ്ങനെ ഒരു കൂട്ടറിവുണ്ട്, അങ്ങനെ അനുഭവമുണ്ട്. അടുത്തൊന്ന് വായിച്ചേ. ഒരു തെറ്റുവല്ലം ചെയ്തിട്ടാണോ? അല്ല, രണ്ടു തരത്തിലുള്ള അനുഭവമുണ്ട് വിശ്വാസ ജീവിതത്തിൽ. ചങ്ങല, ചമ്മട്ടി, അങ്ങനെയുള്ള അനുഭവങ്ങൾ. പരിഹാസം മാത്രം. ചിലർക്ക് അങ്ങ് പരിഹാസമേ ഉള്ളൂ. വിഷമിക്കണ്ട കേട്ടോ. ചിലർക്ക് രോഗമേ ഉള്ളൂ. ഞാൻ എവിടെ പോയാലും എന്റെ കാര്യം സാധിക്കുന്നില്ല. വിഷമിക്കണ്ട. അങ്ങനെ ഒരു ജീവിതമുണ്ട് വിശ്വാസത്തിൽ. ഇനി അടുത്തോട്ട് നോക്കിയേ. കല്ലേറേറ്റു. പ്രാർത്ഥിക്കാനുണ്ട്. ഈച്ചവാളാൽ അറിവായിട്ട് കർത്താവിന്റെ നാമത്തിൽ ഈച്ചവാളിനാൽ മരമൊക്കെ അറക്കുന്നത് പോലെ ഇങ്ങോട്ട് വെച്ചങ്ങ് അറുത്തുന്നു വിശ്വാസവീരന്മാരെ. പിന്നെ പരീക്ഷിക്കപ്പെട്ടു, വാളാൽ കൊല്ലപ്പെട്ടു, തോൽ ധരിച്ചു എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടം. തോൽ ധരിച്ച് ജീവിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രയാസമാണ്. അസ്ഥിയൊക്കെ പൊടിയുന്നേ. അടുത്തത് ബുദ്ധിമുട്ട്, ഉപദ്രവം, കഷ്ടവും സഹിച്ചു. വിശ്വാസവീരന്മാർ ഏറ്റവും കാടുകളിലും ഗുഹകളിലും ഒക്കെ പോയി പാർക്കേണ്ടി വന്നു. പ്രതികൂലം. ലോകം അവർക്ക് യോഗ്യമല്ലായിരുന്നു. അവരെല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചിട്ടും വാഗ്ദത്തം നിവൃത്തി പ്രാപിച്ചില്ല. അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും. ഇവർക്കെല്ലാം വാഗ്ദത്തം ഉണ്ട്. അവിടെ എഴുതിയിരിക്കുന്നത് വേറെ ക്ലോസ് ആണ്. നമ്മളെ കൂടാതെ കിട്ടത്തില്ലെന്നേ ഉള്ളൂ. അപ്പം വിശ്വാസത്താൽ വലിയ കാര്യങ്ങൾ ചെയ്തവരും വിശ്വാസത്താൽ കഷ്ടം അനുഭവിച്ചവരും എല്ലാവരും ഇവിടെ വരും, ഒരു പോയിന്റിൽ വരും. മനസ്സിലായോ? വിശ്വാസത്താൽ ഒരു ഉപദേശി അങ്ങ് പ്രസംഗിച്ചു, ഭയങ്കര സ്റ്റേജൊക്കെ കിട്ടി പ്രസംഗിച്ചു. വിശ്വാസം ഒരു സഹോദരിക്ക് എന്നും രോഗവും വേദനയാണ്. വിശ്വസിച്ച സഹോദരിയാണ്, പക്ഷെ രോഗവും വേദനയാണ്.
പക്ഷെ ഇവരെല്ലാം കൂടെ അവസാനം എവിടെ വന്ന് നിൽക്കും? ആ പോയിന്റിൽ വന്ന് നിൽക്കും. പ്രൈസ് ദി ലോർഡ്. അതാ വിശ്വാസ വീരന്മാർ. ചുറ്റും നിൽക്കുക. നമ്മൾ ഏത് അവസ്ഥയിൽ കൂടി പോകുന്നോ നമുക്ക് ബുദ്ധിവശം തരാം. ഒരുപക്ഷെ നമ്മൾ പ്രാർത്ഥിച്ചു, നമ്മൾ വലിയ കാര്യങ്ങൾ നേടി, നല്ലതാ, നേടണം. ഇനി ഒരുപക്ഷെ നമുക്കത് നേടിയില്ലെന്ന് പറഞ്ഞ് നിരാശപ്പെടണ്ടെന്ന് അതിന് സാക്ഷിയോടെ നിൽക്കുക. കുഞ്ഞെ, ഞാൻ കർത്താവിൽ വിശ്വസിച്ചു, ഞാൻ ഈ വഴിയാണ് എനിക്ക് കിട്ടിയതെന്ന് പറയാനുള്ള ആള് സാക്ഷികളുടെ വലിയ സമൂഹം. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ സംഗതി? ചിലർ വിശ്വസിച്ച് ഓരോന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് ആ കാര്യം നേടി, ഈ കാര്യം നേടി. അപ്പൊ ചിലർ പറയാം എനിക്കൊന്നും നേടിയില്ലല്ലോ. വിഷമിക്കണ്ട, അവർക്കുള്ള സാക്ഷികൾ ഇവിടെ ഉണ്ട്. വിശ്വാസത്തിൽ രണ്ട് തരത്തിലുള്ള അനുഭവങ്ങൾ വരാം. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഭയങ്കര പ്ലസ് പോയിന്റ് വരാം, ചിലപ്പം കഷ്ടതയൊക്കെ വരാം. ഓരോ മനുഷ്യ ജീവിതത്തിൽ അങ്ങനെ വ്യത്യസ്തമായ അനുഭവങ്ങൾ വരാം. പക്ഷേ നമ്മൾ ആരെയാ നോക്കുന്നത്? ആര് നമ്മുടെ വീണ്ടെടുപ്പുകാരൻ? അതാണ്. ആകയാൽ സാക്ഷികളുടെ ഇത്ര വലിയ ഒരു സമൂഹം, എങ്ങോട്ട് തിരിഞ്ഞാലും ഉണ്ട് നല്ല സാക്ഷികളുണ്ട്. ജീവിതത്തിന്റെ അനുകൂലങ്ങളിലും പ്രതികൂലങ്ങളിലും ജീവിച്ച് വിജയം വരിച്ചവരുണ്ട്. കഷ്ടതയിൽ അത് സഹിച്ചുകൊണ്ട് വിജയം വരിച്ചവരുണ്ട്. ഒരിക്കലും ഒരു വിശ്വാസം തളരേണ്ട ആവശ്യം. അതാ 11-ാം അധ്യായം. അപ്പൊ അത് ശരിയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ആരും നിരാശപ്പെടേണ്ട ആവശ്യമേ. ഈ കഷ്ടതയിലെല്ലാവരുടെ കൂടെ ഇരുന്ന്, അല്ലേ? ഈ കഷ്ടത വരുമ്പോൾ ദൈവം അങ്ങനെ നമ്മൾ ഏർപ്പെടുന്നത് എനിക്ക് വലിയ ഇഷ്ടമുള്ളൊരു വാക്യമാണ്. നമുക്കൊന്ന് വായിക്കാം. യെശയ്യാ പ്രവചനം 63:9. യെശയ്യാ പ്രവചനം 63:9. ആരെങ്കിലും കഷ്ടതയിൽ കൂടെ രോഗത്തിൽ കൂടി കടന്നു പോകുമ്പോൾ അപ്പൊ ഈ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിലെ അനേക വിശ്വാസ വീരന്മാരെ ഉദ്ധാരണം കൂടാതെ ഭേദിയേറ്റു ഈർച്ചവല്ലാൽ അറക്കപ്പെട്ടപ്പോ ആര് കൂടെ ഉണ്ടായിരുന്നു? അവരുടെ കഷ്ടതയിൽ അവരെ ആശ്വസിപ്പിക്കുന്ന കർത്താവ് ഉണ്ടായിരുന്നു. സ്തോത്രം. പിന്നെ സമൂഹദൂതൻ അവരെ രക്ഷിച്ചു. എങ്ങനെ കൊല്ലെന്ന് പറഞ്ഞാൽ രക്ഷിക്കുന്നത്? ഈർച്ചവാദം അറക്കപ്പെടുമ്പോൾ എങ്ങനെ രക്ഷിക്കുന്നത്? ഇപ്പൊ നമുക്ക് സ്തെഫാനോസിനെ കല്ലെറിഞ്ഞ് കൊല്ലുക. എങ്ങനെയാ ദൈവം രക്ഷിച്ചത്? എന്റെ പ്രിയമുള്ള, സ്തെഫാനോസിനെ കല്ലെറിയുമ്പോൾ സ്തെഫാനോസ് അതൊന്നുമല്ല കാണുന്നത്, തുറക്കപ്പെട്ട ഒരു സ്വർഗമാ കാണുന്നത്. അടുത്ത സമയത്ത് ഒരു ദൈവദാസന്റെ സാക്ഷി ഞാൻ വായിച്ചു. അദ്ദേഹത്തെ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ട് കള്ളക്കേസിൽ കുടുക്കിയിട്ട് വടക്കേന്ത്യയില കൊണ്ടുപോയിട്ട് നടുവിന് അടി കൊടുത്തു. വേദന കൊണ്ട് അങ്ങ് പൊളഞ്ഞു. അപ്പൊ അദ്ദേഹം ഒരു വാക്യം എടുത്ത് ധ്യാനിച്ചു കഴിഞ്ഞ് പിന്നെ പറയാ, പിന്നെ അവരെന്നെ ഇഷ്ടം പോലെ അടിച്ചു, എനിക്ക് തോന്നതേയില്ല. അവരുടെ കഷ്ടതയിൽ അവൻ കഷ്ടപ്പെട്ടു. കണ്ട, പിന്നെ എല്ലാം നമുക്ക് സഹിക്കാൻ കഴിയാത്ത വേദന നമുക്ക് ദൈവത്തെ നമുക്ക് തരും. പക്ഷെ അത് ദൈവം നമ്മളെ അതിൽ നിന്നൊക്കെ അങ്ങ് പിടിപ്പിക്കും. കേട്ടോ, സഹിക്കാൻ കഴിയാത്ത വേദന വരുമ്പോൾ വായിച്ചു അവരുടെ സമൂഹദൂതനാൽ അവൻ അവരെ രക്ഷിച്ചു. പിന്നെ സ്നേഹത്തിലും കനിവിലും വീണ്ടെടുത്തു. പിന്നെ നമുക്ക് അധികം കഷ്ടമോ രോഗമോ വരുവാൻ നമുക്കറിയാം. നമ്മളെ ചുമന്നോണ്ട് നടക്കുന്ന ഒരു പിതാവുണ്ട്. കഷ്ടത വന്ന വല്ല പ്രയാസമുണ്ടോ? കഷ്ടതയിൽ ദൈവത്തിന്റെ അധികം കൃപ നമ്മളൊന്ന് വിളിച്ചപേക്ഷിക്കുമ്പോൾ ധാരാളം കൃപ അനുഭവിക്കാൻ കഴിഞ്ഞാൽ ധാരാളം അനുഭവിച്ചിട്ടുണ്ട്. ഏത് നിന്ന വരട്ടെ, പരിഹാസം വരട്ടെ, വേദന വരട്ടെ, മരണവേദന വരട്ടെ, ഞാൻ അതിൽ കടന്നു പോയിട്ടുണ്ട്. കർത്താവേ എന്നൊന്ന് വിളിക്കുമ്പോൾ ലഭിക്കുന്ന ഒരു കൃപയുണ്ട്, ഇല്ലേ? അത് വളരെ മനോഹരമാണ്. അത് അനുഭവിക്കലാണ്. ആ ബലഹീനതയിൽ എന്ത് ചെയ്യും? പ്രശംസിക്കും. കഷ്ടതയിലും പ്രശംസിക്കും. എന്താ കാരണം? ആ കഷ്ടതയെ മധുരമാക്കുന്ന ഒരു കർത്താവ്, പച്ചവെള്ളത്തെ മുന്തിരിച്ചാറാക്കി നിൽക്കുന്ന കർത്താവ്, ഇല്ലേ? ആ കർത്താവ് കൂടെ ഉണ്ടോ? ഏത് സാഹചര്യം വന്നാലും കുഴപ്പമില്ല. അതാണ് ഈ വിശ്വാസ വീരന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത്. ആകയാൽ നാം സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട്, അപ്പൊ ഇത്രയും പേരെ നമ്മുടെ മനസ്സിലൊന്ന് കാണണം. ഈ വിശ്വാസ വീരന്മാർ 16 വിശ്വാസ വീരന്മാരും അവരുടെ വിശ്വാസത്തിന്റെ വീര്യപ്രവൃത്തി, ഇത്രയും പേരെ നമ്മളിങ്ങനെ നോക്കണം. അതിനാ അവരെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വായിച്ചിട്ട് വെറുതെ കളയാനല്ല. നമ്മളെ പുസ്തകത്തിൽ ഞാൻ ഇഷ്ടംപോലെ പുസ്തകം എഴുതി വയ്ക്കുന്നത് എന്ന് പറഞ്ഞാൽ ഡയറി ഞാൻ എഴുതി വയ്ക്കുന്നത്. അതുപോലെ ഹൃദയത്തിൽ അങ്ങോട്ടും നിറയ്ക്കണം. ജീവിതത്തിന്റെ ഓരോ രംഗം വരുമ്പോൾ ഓരോ വിശ്വാസവീരനെ ദൈവം നടത്തിയതൊന്ന്, അവരുടെ കൂട്ടത്തിലാണ് ഞാനും. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും ചുറ്റും സാക്ഷിയുടെ ഒരു വലിയ നമുക്ക് ബുദ്ധി ഉപദേശം ചെയ്യുവാൻ, കുഞ്ഞെ നീ ഭയപ്പെടേണ്ട, കർത്താവ് കൂടെയുണ്ട്, അത് അനുഭവിച്ചവർ പറഞ്ഞു തരാനുള്ള ഇഷ്ടം പോലെ സാക്ഷികളുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം എന്നാണ് ഇവിടെ ഇരിക്കുന്നത്. ഒന്നാമതായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിടണം. ഒന്ന്, സകല ഭാരം. ഈ ഭാരം ആരും ചുമന്നുകൊണ്ട് നടക്കരുത് കേട്ടോ. ഭാരമൊക്കെ ചുമന്നുകൊണ്ട് നടക്കണ്ട.
എന്ന് പറഞ്ഞാൽ ഇവിടെ ഭാരം ചുമക്കുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു ചുമട്ട് തൊഴിലാളികളുണ്ടല്ലേ, ഹെഡ് ലോഡേഴ്സ് ഉണ്ട്. ആ ഭാരമല്ല ഇവിടെ പറയുന്നത്. പിന്നെയോ ഇവിടെ പറയുന്ന ഭാരം ഏതാ? ഒന്ന്, യെശയ്യാ പ്രവചനം 1:4 നോക്കാം. അപ്പോൾ ഈ ഭാരത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാൻ കഴിയും. യെശയ്യാ 1:4 നോക്കിയേ. അകൃത്യഭാരം ചുമക്കുന്ന ജനം, തെറ്റായ കാര്യങ്ങൾ ചുമന്നുകൊണ്ട് നടക്കുക. കൂലി കിട്ടാത്ത ജോലിയാണ്. ആവശ്യമില്ലാത്ത ഭാരം ചുമന്നുകൊണ്ട് കൂലി വല്ലതും കിട്ടുമോ? റെയിൽവേ സ്റ്റേഷൻ ചുമട്ടുതൊഴിലാളി കൂലി എന്തെങ്കിലും ചുമന്നാൽ അതിന് കൂലി കിട്ടുമില്ലേ? അകൃത്യഭാരം ചുമന്നാൽ എന്തോ കിട്ടും? ഇതുപോലെ ആവശ്യമില്ലാത്ത ചിന്തകൾ, തെറ്റായ മനോഭാവങ്ങൾ ഇല്ലയോ, ചിന്താകുലങ്ങൾ, അത് നമ്മൾ വെച്ചുകൊണ്ട് നടക്കരുത്. ആവശ്യമില്ലാത്ത ഒരു ചിന്ത. ഞാൻ രാത്രിയിലൊക്കെ ഉണരുമ്പോൾ എന്തെങ്കിലും ചിന്ത കയറി വരുമ്പോൾ പെട്ടെന്ന് ഞാൻ കർത്താവിൻ്റെ വചനം ധ്യാനിക്കും. അപ്പോൾ ചിന്തകളെല്ലാം മാറിക്കും. ആകുല ചിന്തകൾ ആവശ്യമില്ലാതെ കൊണ്ടുവരും. ആര് കൊണ്ടുവരുന്ന അറിയാമോ? അയ്യോ, പിശാചിനിടം കൊടുക്കരുത്. നാളെ എന്തോ ആയിരിക്കും നടക്കുന്നത്, വയസ്സാകുമ്പോൾ എങ്ങനെയായിരിക്കും, ചുമ്മാ കയറി ചിന്തിച്ച് കളയും ഇല്ലയോ. ഇനി ഭാവിയിൽ എങ്ങനെയായിരിക്കും, അപ്പം തന്നെ അതിനെന്ത് ചെയ്യണം? ആ ഭാരം കർത്താവിൻ്റെ പാദപീഠത്തിൽ വെക്കാനുള്ള ട്രെയിനിങ് നമുക്ക് വേണം. അല്ലെ ചിന്തിച്ചെന്ത് ചെയ്യും? ചിന്തിച്ചിട്ട് പിന്നെ ചിന്താകുലത്തിലേക്ക് പോകും. വല്ല പ്രയോജനമുണ്ടോ ചിന്തിച്ചിട്ട്? ഒരു പൈസയുടെ പ്രയോജനമില്ലാത്ത കാര്യങ്ങൾ നമ്മൾക്ക് ചിന്തിക്കാറുണ്ടോ? ചുമ്മാതിരിക്കുമ്പം അങ്ങനെ ചിന്തിക്കരുത്. പിന്നെ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കണം. ഞാൻ യേശുക്രിസ്തു ഈ വചനം ഇങ്ങനെ ധ്യാനിച്ച് എനിക്ക് ഞാൻ ആവശ്യമില്ലാത്ത ചിന്ത ചിന്തിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ വചനം ധ്യാനിക്കും. അങ്ങനെ ഒത്തിരി വാക്ക് ഞാൻ പഠിച്ചു. ഉള്ള ഞാൻ പ്രായോഗിക ജീവിതത്തിൽ ചെയ്ത കാര്യമാണ് പറയാൻ. അല്ലെ ആവശ്യമില്ലാത്ത ചിന്ത കയറാത്ത ആരുടെ ഹൃദയമുണ്ട്? എൻ്റെ ഹൃദയം ഞാൻ ചുമ്മാ ഇരുന്ന ആവശ്യമില്ലാത്ത ചിന്ത കയറി വരും. എന്തെങ്കിലുമൊക്കെ ആകുല ചിന്തകളായിരിക്കുക, വേണേൽ പ്രതികാര ചിന്ത കയറി വരും. പണ്ടെങ്ങാണ്ട് ആരാണ്ട് പറഞ്ഞെന്നും പറഞ്ഞ് ചിലപ്പോൾ എന്നാലും അവൻ എന്നോട് അങ്ങനെ പറഞ്ഞല്ലോ, അതങ്ങോട്ട് പിന്നെയും കാട് പിടിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ പ്രതികാരം വരാം. എത്ര പേര് വാശി കൊണ്ട് നടക്കുന്നവരുണ്ടെന്നറിയാം. വാശി പിടിച്ച് നടക്കുന്നവരുണ്ട്. അയ്യോ, അതൊന്നും ചുമന്നുകൊണ്ട് നടക്കരുത്. അതെല്ലാം കർത്താവിന്റെ പാതി. ആവശ്യമില്ലാത്ത ഏത് ചിന്തയും ഏത് ഭാരവും നമുക്ക് നോക്കാം. സങ്കീർത്തനം 55:22 നോക്കിയേ. സങ്കീർത്തനം 55:22. വെച്ചേരെ, സകല ഭാരവും ചുമക്കണ്ട. ഇതനുസരിക്കണം. നമ്മൾ അനുസരിച്ചില്ലെങ്കിൽ അത് പാവം. നിന്റെ ഏത് ഭാരം, നിന്റെ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള ഭാരമാകട്ടെ, ഭാവി ജീവിതത്തിലുള്ള ഭാരമാകട്ടെ, ശുശ്രൂഷയെക്കുറിച്ചുള്ള ഭാരമാകട്ടെ, സഭയെക്കുറിച്ചുള്ള ഭാരമാകട്ടെ, ഏത് ഭാരം വരട്ടെ, ബിസിനസിനെ കുറിച്ചുള്ള ഭാരമാകട്ടെ, ജോലിയെക്കുറിച്ചുള്ള ഭാരമാകട്ടെ, ഏത് ഭാരമാകട്ടെ, അതങ്ങ് ഇറക്കി അങ്ങ് വെച്ചില്ലെങ്കിൽ ആവശ്യമില്ലാതെ ഇതെല്ലാം കൂടെ ചുമന്നുകൊണ്ട് നടക്കാം. മാത്രമല്ല ഈ വിചാരത്തിന്റെ ഒരു വലിപ്പം എന്താണെന്നറിയാമോ? 94-ാമത്തെ സങ്കീർത്തനം 19-ാമത്തെ വാക്യം നോക്കിയേ. 94-19. ഈ ഭാര്യ ഇറക്കി വെച്ചു. എന്റെ ഉള്ളിലെ വിചാരങ്ങളുടെ ബഹുത്വം, എന്റെ ഉള്ളിലെ വിചാരങ്ങളുടെ ബഹുത്വം. ആ ബഹുത്വം വരുമ്പോൾ നാം കർത്താവിന്റെ ഭാഗത്തിൽ സമർപ്പിച്ചാൽ എന്താ പറ്റും? തുടർന്ന് വായിച്ചേ. ദൈവത്തിന് സ്തോത്രം. എന്റെ ഉള്ളിലെ വിചാരങ്ങളുടെ ബഹുത്വം, നിന്റെ ആശ്വാസം എന്റെ പ്രാണനെ തന്നെ. എന്റെ ഉള്ളിലെ വിചാരങ്ങളുടെ ബഹുത്വത്തിൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത വിചാരങ്ങൾ, ദുഃഖങ്ങൾ, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ കർത്താവിന്റെ പാദത്തിൽ സമർപ്പിച്ചാൽ നിന്റെ ആശ്വാസങ്ങൾ എൻ്റെ പ്രാണനെ സകല ഭാരം. ഇതുപോലെ ആരും ഭാരം ചുമക്കണ്ട. ഞാൻ ഭാരം ചുമക്കേണ്ട ആവശ്യമില്ല. എനിക്ക് സഹോദരന്മാരോ സഹോദരിമാരോ എനിക്ക് ആ വിഷയത്തിൽ ഭാരമുണ്ട്, ഈ പ്രശ്നത്തിൽ ഭാരമുണ്ട്, എൻ്റെ ഭാവി ഓർക്കുമ്പോൾ ഭാരമുണ്ട്. വേണ്ട. കർത്താവ് പറയാ, നീ ആ ഭാരം ചുമക്കണ്ട. നിന്നെ പോലെ എത്ര പേരെ ഞാൻ നടത്തിയതാ. ചുറ്റും നിൽക്കുമല്ലേ ഇത്രയും പേര്. അവർക്ക് എന്തെല്ലാം കാര്യം പറയാനുണ്ട്. 16 വിശ്വാസികന്മാർക്ക് അവർ പോയ വഴിയിലെല്ലാം അവർ കൂടെ ഇരുന്നില്ലേ? കർത്താവ് കൂടെ നടത്തിയില്ലേ? നമ്മുടെ ഭാരം നാം ചുമക്കണ്ട. നമുക്കൊരു ട്രെയിനിങ് വേണം. ആവശ്യമില്ലാത്ത ഏതെങ്കിലും ചിന്ത കയറി വരുമ്പോൾ, രോഗത്തിൻ്റെതാകട്ടെ, പ്രശ്നങ്ങളാകട്ടെ, മറ്റുള്ളവരായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സൗന്ദര്യപ്പടക്കത്തിൻ്റെതാകട്ടെ, അങ്ങനെയൊക്കെ സംഭവിക്കാം. നമ്മുടെ ജീവിതത്തിലെല്ലാം സംഭവിക്കാം. നമ്മൾ മനുഷ്യരാണ്. ഈ താഴ്ചയുള്ള ശരീരത്തിൽ വസിക്കുമ്പോൾ ഏത് ചിന്തയും കയറി വരാം. പക്ഷെ അനുവദിക്കരുത്. എന്ത് ചെയ്യണം? താണ്ട കർത്താവേ, ഈ ഒരു ചിന്ത കിടക്കും, എന്നെ സഹായിക്കണം. സഹായിക്കും. ആ സ്ഥാനത്ത് എന്ത് ചെയ്യണം? ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കട്ടെ. എത്ര വിശ്വാസവീരന്മാരുണ്ട്, അവരെ ധ്യാനിക്ക്. ദൈവത്തിന്റെ വലിയ പ്രവൃത്തിയെ ധ്യാനിക്ക്, ദൈവത്തിന്റെ കൃപയെ ധ്യാനിക്ക്. നമ്മളെ സ്നേഹിക്കുന്ന ശത്രുക്കളായിരുന്നപ്പോൾ നമുക്ക് വേണ്ടി ക്രൂശിയാഗമായി തീർന്ന ക്രിസ്തുവിന്റെ ആ സ്നേഹം ഒന്ന് ധ്യാനിക്ക്. നമ്മളെ തേടി വന്ന കർത്താവില്ലേ, നമുക്ക് വേണ്ടി ദരിദ്രനായി തീർന്ന കർത്താവ്. ആരാധന ചിന്ത പറയുന്ന മാത്രമല്ല, ആ ചിന്ത പിന്നെ നമ്മൾ എന്ത് ചെയ്യണം?
ഞാനിപ്പോൾ ആരാധന ചിന്ത പറഞ്ഞില്ലേ, അത് പിന്നെ ഞാൻ ധ്യാനിച്ചുകൊണ്ടിരിക്കണം. ഇവിടെ വെച്ചങ്ങ് നിർത്തരുത്. ഉപദേശിച്ച് ചെയ്തു കഴിഞ്ഞു, ഇല്ല, പിന്നെ ധ്യാനിച്ചുകൊണ്ടിരിക്കണം. നിൻ വചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം, ആവശ്യമില്ലാത്ത എന്താണെങ്കിലോ ആകപ്പാടെ വിഷമിച്ച് മൂടോഫായി മൂശാട്ടയായി, ഇല്ലേ? ഇങ്ങനെ സംഭവിക്കത്തില്ലയോ? വേണേ പ്രതികാരം വരാം, പിണങ്ങിയിരിക്കാം. എൻ്റെ ആവശ്യമില്ല. ആരോടും പിണങ്ങാം. എല്ലാവരോടും സമാധാനം ആചരിക്കുന്ന ദൈവത്തിന്റെ വചനം ധ്യാനിക്കുക, സമാധാനപ്രഭുവായ ക്രിസ്തു ഹൃദയത്തിൽ വരിക. ആകയാൽ സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് ചുമ്മാതൊന്നുമല്ല, സകല ഭാരവും ഇട്ടുകൊള്ളുക. പിന്നെന്താ എഴുതിയിരിക്കുന്നത്? മുറുകെ പറ്റുന്ന പാപം. പാപമല്ല, സാധാരണ വിശ്വാസികളൊക്കെ പാപം ചെയ്യാതെ ജീവിക്കും. പക്ഷേ അല്ല, മുറുകെ പറ്റുന്ന പാപം എന്ന് പറഞ്ഞാൽ എന്താ? എപ്പോഴും നമ്മുടെ മുമ്പിൽ തയ്യാറായി നിൽക്കുന്ന ചില പാപമാണ്. ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും അത്. എന്തെങ്കിലുമൊക്കെ കാണും നമ്മളെ കീഴ്പ്പെടുത്തുന്ന പാപം. അതിനെക്കുറിച്ച് നമുക്കൊരു വാക്യം നോക്കാം. കർത്താവിനെ കുറിച്ച് എന്താ പറയുന്നെന്ന്. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം ഒന്ന് വായിക്കും. ഉൽപ്പത്തി പുസ്തകം പാപം വാതിക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിങ്ങളിലേക്കാകുന്നു. ഉണ്ടോ? ഈ പാപത്തെ നമ്മൾ കീഴടക്കണം. ഇത് കൈനോടാ പറയാൻ. രണ്ടുപേരുടെ ചേട്ടനും കൂടെ ആരാധിക്കാൻ പോയി. ആ ചേട്ടന്റെ അനിയന്റെ ആരാധന വളരെ മനോഹരമായി ദൈവം പ്രസാദിച്ചു. ഇദ്ദേഹത്തിൽ അപ്പം തന്നെ ഇദ്ദേഹത്തിൽ എന്ത് ചെയ്ത് പാപം കയറാൻ തുടങ്ങി. അസൂയ കീറിട്ട് ഇവനങ്ങ് അസ്വസ്ഥനാണ്. അപ്പൊ കർത്താവ് പറയാ, എടാ, പാപം നിന്റെ മുമ്പിൽ കിടപ്പുണ്ട്, അത് നിന്നെ കീഴ്പ്പെടുത്തും. അതിന് മുമ്പ് നീ എന്ത് ചെയ്യണം? അതിന്റെ ആഗ്രഹം നിന്നോടാകുന്നു. നമ്മളിലുള്ള ഏതെങ്കിലുമൊക്കെ ബലഹീന സ്വഭാവം ഉണ്ടല്ലോ, നമ്മളോട് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കും. ആ ചിന്തയിലേക്ക് നമ്മളെ കൊണ്ടുപോകും. ഏതാണെന്ന് നോക്കണം. ഏതാ നമ്മൾ മുറുകെ പറ്റുന്ന പാപം? എപ്പോഴും നമ്മുടെ മുമ്പിൽ തയ്യാറായി നമ്മളെ അടിമയാക്കുന്ന പാപങ്ങളുണ്ട്. അത് ഞാൻ അതിന്റെ ലിസ്റ്റൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. അത് നമ്മളിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കുക. വ്യസനത്തിലുള്ള മാർഗം ഉണ്ടോ എന്ന് നോക്കുക. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? കീഴടക്കണം. പക്ഷെ കൈയും കീഴടക്കിയോ? ഇല്ല. അതുകൊണ്ട് അവൻ കൊലപാതകനായി. കർത്താവ് പറഞ്ഞു കൊടുത്തതല്ലയോ? ഏട്ടാ, കൈയിനെ നിന്നോട് പറഞ്ഞതല്ലയോ നീ അതിനെ കീഴടക്കണമെന്ന്? പിന്നെ അവൻ എന്തുമാത്രം ബുദ്ധിമുട്ടാണ് അനുഭവിച്ചത്. കൈനോട് പറയുന്ന കർത്താവിന്റെ വാക്കാൽ നമ്മോട് പറയാം, പാപത്തിന്റെ വാതിക്കൽ കിടക്കുന്നു. ഒരുപക്ഷെ നിന്റെ വാശിയായിരിക്കാം, നിന്റെ ദ്രവ്യാഗ്രഹമായിരിക്കാം, ആവശ്യമില്ലാത്ത ചിന്തയായിരിക്കാം, അത്യാഗ്രഹമായിരിക്കാം, ചതിയായിരിക്കാം, വഞ്ചനയായിരിക്കാം, ദുഷ്ടതയായിരിക്കാം. ഏതാണോ അത്, അതിന് നമ്മൾ എന്ത് ചെയ്യണം? മുറുകെ പറ്റുന്ന പാപം. അല്ലെങ്കിലോ ഈ പാപം നമ്മളെ ചതിച്ചു കളയും. ചതിച്ചിട്ട് നമ്മുടെ ഹൃദയത്തെ കഠിനമാകും. പിന്നെ ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാൽ സമ്മതിക്കത്തില്ല. ശരിയാണോ അത്? നോക്കാം. എബ്രായ ലേഖനം 3:13 നോക്കിയേ. എബ്രായ ലേഖനം 3:13. ഇത് അന്യോന്യം പ്രബോധിപ്പിക്കണം. ഞാൻ നിങ്ങളെ പ്രബോധിക്കണം, നിങ്ങൾ എന്നെ പ്രബോധിപ്പിക്കണം. എന്താ? പാപത്തിന്റെ ചതിയാൻ കഠിനപ്പെടും. ഏതെങ്കിലും തെറ്റായ സ്വഭാവം വെച്ചുകൊണ്ടിരുന്നാൽ പിന്നെ അത് ചെയ്ത് പിന്നെ നമ്മുടെ ഹൃദയത്തെ അങ്ങ് കഠിനമാക്കും. നമുക്ക് ഈ ലോക മനുഷ്യരെ തന്നെ നോക്കിയാൽ അറിയാം. രസത്തിന് മദ്യപിക്കാൻ പോകുന്ന അവസാനം അങ്ങ് കള്ളു കുടിച്ച് അവനെ അങ്ങ് ചതിക്കും. അവൻ്റെ കുടുംബത്തെയും ചതിക്കും. മയക്കുമരുന്ന് ചിലപ്പോൾ ചില കൊച്ചുങ്ങൾക്ക് അറിയാതായി ഓരോരുത്തർ കൊടുത്തിട്ട് പിന്നെ ഈ പെൺപിള്ളാരും ആൺപിള്ളാരും ഒക്കെ ഈ അല്പം മയക്കുമരുന്നിന് വേണ്ടി എന്തെല്ലാം പണി ചെയ്യുന്നുണ്ട്. എത്ര നല്ല മാതാപിതാക്കൾ പൊന്നുപോലെ വളർത്തിയ പെൺകൊച്ചുങ്ങളൊക്കെ ഇത് അടിച്ചിട്ട് ലക്കിനെ നടക്കുന്നുണ്ടോ? ആദ്യം രസത്തിന് വല്ലതും നോക്കി, ചിലപ്പോൾ ചതിച്ചായിരിക്കും ആ കൊച്ചിന് കൊടുത്തത്, ചിലപ്പോൾ രസത്തിന് വേണ്ടി ചെയ്യുന്നതായിരിക്കും. അവസാനം ആ കൊച്ചിനെ വല്ലാത്ത പരുവത്തിലാക്കും. ദൈവമേ, ആ കൊച്ചിൻ്റെ ഒക്കെ മുഖം കാണുമ്പോൾ ചില പെൺപിള്ളേരൊക്കെ ഇങ്ങനെ മദ്യപിച്ച് മയക്കുമരുന്ന് അടിച്ച് കാണുമ്പോൾ ആ മാതാപിതാക്കൾക്ക് എന്ത് വേദനയായിരിക്കും. എന്ത് പൊന്നുപോലെ വളർത്തുന്ന പിള്ളേരല്ലേ. ഒന്ന് ഓർത്ത് എത്ര ഭയങ്കരമാണ്. ചതിക്കുക, കൂട്ടുകാരായിട്ട് കൂടുന്നത്, ചതിക്കപ്പെടുക. കുഞ്ഞുങ്ങളെ ആവശ്യമില്ലാത്ത ഒരു കൂട്ടുകെട്ടിലും പോകരുത് കേട്ടോ, ഒന്നിലും പോകരുത്. രസത്തിന് പോലും പോകരുത്, അല്പം തമാശയ്ക്ക് പോലും പോകരുത്. പോയാൽ അത് നമ്മൾ എന്ത് ചെയ്യും? ചതിക്കും കേട്ടോ. കൊച്ചുങ്ങളൊക്കെ എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മുടെ ചുറ്റും വല്ലാത്ത ഒരു കൂട്ടമുണ്ട്. അതിലേക്ക് പോകാൻ നിങ്ങളെ തന്നെ സൂക്ഷിക്കണം. അല്ലെങ്കിൽ അത് ചതിക്കും. പാപത്തിന്റെ ചതി. എങ്ങനെ ഈ പാപം ചതി നമുക്ക് നോക്കാം. ഉൽപ്പത്തി പുസ്തകം 3:13 നോക്കിയേ. ഉൽപ്പത്തി പുസ്തകം 3:13. പാപം ചതിക്കോ? ചതി ചോദിച്ചത് പാമ്പ് എന്നെ വഞ്ചിച്ചു, ഞാൻ തിന്നുപോയി. കർത്താവ് പറഞ്ഞതിന് ഓപ്പോസിറ്റ് പറഞ്ഞു കൊടുത്തു.
ഇത് കാണാൻ നല്ലതാ, തിന്നാനൊക്കെ രുചിയുള്ളതാ, ഭംഗിയുള്ളതാ, കഴിച്ചോ. അല്പം ഒന്ന് ആസ്വദിക്കാൻ പോയി, വഞ്ചിക്കപ്പെട്ടു. മുറുകെ പറ്റുന്ന പാപം വലിയ പാപമൊന്നുമല്ല. ആരും ആദ്യം വലിയ പാപം ചെയ്തല്ല പാപികളാകുന്നത്. ഒന്നാമത് പാപ സ്വഭാവം മനുഷ്യനുണ്ട്. രണ്ട്, ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തിട്ട് ആ പാപം മനുഷ്യനെ ചതിച്ച് അവനെ കീഴ്പ്പെടുത്തും. പാപം നിന്റെ വാതിൽക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിന്നോടാകും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ കീഴടക്കുക. ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. ഒരു ചെറിയ തെറ്റ് പോലെ ഹൃദയത്തിൽ വെച്ചോണ്ടിരിക്കരുത്. കുഞ്ഞുങ്ങൾ അനുസരണകളൊന്നും വെച്ചോണ്ടിരിക്കരുത്. ദൈവഭയമുള്ളവരായിരിക്കണം, അല്ലെങ്കിൽ അത് നിങ്ങളെ ചതിക്കും. ഉള്ളത് എത്ര വ്യക്തമായിട്ടാ, എത്ര നല്ലതാ ദൈവത്തിന്റെ വചനയില്ലയോ. അനുസരിച്ച് കഴിഞ്ഞാൽ എന്തോ മനോഹരമാ വചനം അനുസരിച്ചാൽ. കർത്താവെ, ഇനി പൂർണ്ണമായിട്ട് അനുസരിക്കാൻ കഴിയില്ലല്ലേ, അനുസരിക്കാൻ മനസ്സുണ്ടെന്ന് പറഞ്ഞാൽ രക്ഷപ്പെടും. ഞാനിപ്പോഴും അങ്ങനെ പ്രാർത്ഥിക്കും, കർത്താവെ അനുസരിക്കാൻ മനസ്സുണ്ട്. എല്ലാം അനുസരിക്കാനുള്ള കഴിവൊന്നും എനിക്കില്ലേ. ഞാനങ്ങനെ കർത്താവിന്റെ മഹത്വം കാണുമ്പോൾ എല്ലാം അനുസരിക്കാനുള്ള കഴിവൊന്നുമില്ല കർത്താവ്, എനിക്ക് മനസ്സുണ്ടേ. അത്രയും പറഞ്ഞാലും ദൈവം രക്ഷിക്കും കേട്ടോ. മനസ്സില്ലെന്ന് പറഞ്ഞാലാണ് ദൈവം വിടുന്നത്. എനിക്ക് നന്നായിട്ട് ജീവിക്കാൻ മനസ്സുണ്ടേ, വിശ്വാസം ജീവിക്കാൻ മനസ്സുണ്ടേ കർത്താവ്. ഒരു വിശുദ്ധ ജീവൻ നയിക്കാൻ എനിക്ക് മനസ്സുണ്ടേ. കൊച്ചുങ്ങളൊക്കെ പറയണം, കർത്താവേ എൻ്റെ ഭാവി ജീവിതത്തിൽ ഒരു വിശുദ്ധ ജീവൻ നയിക്കാൻ എനിക്ക് മനസ്സുണ്ടേ. തെറ്റായ കുട്ടികളിൽ പോകാൻ എനിക്ക് മനസ്സില്ല കർത്താവ്, എന്നെ രക്ഷിക്കണേ. നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്കാം, പ്രാർത്ഥിച്ചു നോക്ക. ഒരു ബാധയും നിന്റെ കൂടാരത്തിന്, പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിക്കണം. കർത്താവേ, തെറ്റായ വഴിയിൽ പോകാൻ എന്നെ ഇടയാക്കല്ലേ. പാപം എന്റെ വാതിക്കൽ കിടക്കുകയാണ്, എപ്പോ വേണേലും എന്നെ കയറി പിടിക്കും. കർത്താവേ, അതിനിടയാക്കല്ലേ. പ്രാർത്ഥിക്കുക, അതിനാ പ്രാർത്ഥിക്കണ്ടേ. ബാക്കിയെല്ലാം ജീവനും ഭക്തിക്കും വേണ്ടിയതല്ല ആര് തരും? ഈ നമുക്ക് ജീവൻ തന്ന കർത്താവ് ജീവിക്കാൻ വേണ്ടത് തരും. നമുക്ക് ശരീരം തന്നിട്ടുണ്ടെങ്കിൽ വസ്ത്രം തരും. നമ്മൾക്ക് ചെയ്യേണ്ട ചെറിയ ജോലി അങ്ങ് ചെയ്താൽ മതി. പക്ഷേ പാപം കയറി പിടിച്ചാൽ പിന്നെ ഭയങ്കര പരാജയമാണ്. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് പിന്നെ എഴുതിക്കണം. നമുക്ക് മുമ്പ് വെച്ചിരിക്കുന്ന ഓരോട്ടം കണ്ടോ, എത്ര മനോഹരമാണ് എഴുതി വെച്ചിരിക്കുന്നത്. നമ്മുടെ മുമ്പിൽ ഒരു ഓട്ടം വെച്ചിട്ടുണ്ട്. എന്നാൽ നമുക്കൊരു ക്രിസ്തീയ ജീവിതം ദൈവം തന്നിട്ടുണ്ട്. നമ്മൾ ഓട്ടക്കളത്തിലാണെന്നാ ഇവിടെ വിശ്വാസ ജീവിതത്തെ ഓട്ടക്കളത്തിലെ ഓട്ടത്തോടും പോർക്കളത്തിലെ യുദ്ധത്തോടും അംഗക്കളത്തിലെ അംഗത്തോടും ഒക്കെ സാദൃശ്യപ്പെടുത്തി പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ പറയാണ്, നമുക്ക് മുമ്പിൽ ഒരു ഓട്ടമുണ്ട്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെ മുമ്പില് ഒരു വിശ്വാസ ജീവിതമുണ്ട്. എങ്ങോട്ടാ ഓടി പോകുന്നത്? നമുക്ക് ഒരു രാജ്യം പ്രാപിക്കാൻ ഇളകാത്ത രാജ്യം നമ്മൾ പ്രാപിക്കാൻ പോകുക. അതിന്റെ മുമ്പിലുള്ളൊരു ഓട്ടമാണ്. നമുക്ക് ആ വേദഭാവം നോക്കാം. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിലെ 28-ാമത്തെ വാക്യം നോക്കി. എബ്രായർ 12:28. പിന്നെ എഴുതിയിരിക്കുന്ന വാക്ക് ഭയപ്പെടണമെന്ന് എഴുതി. ആകയാൽ നാം ഇളകാത്ത രാജ്യം പ്രാപിക്കും. ഇവിടെ എബ്രായ ലേഖനം 13 വായിച്ചാലോ ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരം ഇല്ല. 13 ഇവിടെ നമുക്ക്